രഞ്ജിത്തിനെ ഇൻസ്പയർ ചെയ്ത പല പല ത്രെഡ്സും പല പല രഞ്ജിത്തിൻ്റെ മുൻപിൽ കണ്ടിട്ടുള്ള പല ആളുകൾ അതിൽ നിന്ന് ക്യാരക്ടേഴ്സ് ഡെവലപ്പായി വരുന്ന പലരെയും വെച്ചിട്ട് ഒരു മൂവി ഇപ്പോഴാലോചിക്കുമ്പോൾ ഹരിഹരൻ സർ, MT സർ, മമ്മൂക്ക, സിനിമ ഇപ്പോഴും ഉള്ളിലുണ്ട്. സിനിമ മാത്രമേ ഉള്ളിലുള്ളൂ. പേരെടുത്ത് പറഞ്ഞ് അങ്ങനെയല്ല ഞാൻ ആരെയും അത് വേദനിപ്പിക്കുന്നത്. പക്ഷെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കൂടുതൽ വെയിറ്റ് ചെയ്യിക്കുന്നതാണ് അവരുടെ വാല്യൂ കൂട്ടുന്നത് എന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് കാണുന്നത്. സിനിമാ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. നമ്മുടെ സ്വന്തം ജാനകിക്കുട്ടിയായ ജോമോളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്നിട്ടുണ്ട്. എവിടെ പോയി, എന്താ പോയത് എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ഒരു കാരണം എന്തായിരുന്നു സത്യത്തിൽ? ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, അതാണ് സത്യാവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ണി ഇതിനു മുൻപ് അവിടെ ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു ഇൻ്റർവ്യൂവിൽ അതിനെ ബെറ്ററായിട്ട് വിശേഷിപ്പിച്ച പോലെ ഞാൻ എൻ്റെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുത്തു. സോ പ്രയോറിറ്റൈസ്ഡ് ഫാമിലി. അപ്പം അതുകൊണ്ടുള്ള ഒരു ചെറിയ ബ്രേക്ക് ആയിരുന്നു. നാഷണൽ അവാർഡ് വിന്നറാണ്, പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ്, ഇതെല്ലാം കിട്ടിയിട്ട് പക്ഷെ നമ്മൾ പെട്ടെന്നൊരു അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടൊരു സങ്കടം ഉള്ളിലുണ്ടായില്ല? ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ വേണമെന്നെടുത്ത തീരുമാനമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു വിഷമം ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ നെവർ ഹാഡ് എനി റിഗ്രറ്റ്സ്. ഞാൻ എടുത്ത തീരുമാനങ്ങളിലൊന്നും, അഭിനയമാണെങ്കിലും അതിൽ നിന്നുള്ള ബ്രേക്ക് ആണെങ്കിലും ഒന്നും ഒരു വിഷമമോ ഒരു റിഗ്രറ്റോ ഇതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ജോമോൾ എന്നുള്ള പേരിനേക്കാളും കൂടുതൽ ഇഷ്ടം ആൾക്കാർക്ക് പറയാൻ ഇഷ്ടം, വിളിക്കാൻ ഇഷ്ടം ഒന്നില്ല ജാനകിക്കുട്ടി അല്ലെങ്കിൽ നമ്മുടെ നിറത്തത്തെ വർഷ. ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടറിൽ ശരിക്കും ഉള്ളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അടുത്ത് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ജാനകിക്കുട്ടിയാണ്. റാങ്കിങ് വൈസ് ജാനകിക്കുട്ടി, പിന്നെ വർഷ എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും വീണിട്ടുള്ളത്. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ ഇന്റർവ്യൂവിന് വന്ന സമയത്ത് തന്നെ ഫ്രാക്ചർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ശരിക്കും റിയൽ ലൈഫിൽ ഒരു വർഷ തന്നെയാണോ? അതെ, അത് വർഷ അഭിനയിക്കേണ്ടി വന്നു അത് മനസ്സിലാക്കിയെടുക്കാൻ. ഇടയ്ക്ക് തട്ടലും മുട്ടലും ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കാലത്തിന് ശേഷമാണ്. എനിക്ക് നോർമലി അങ്ങനെ ഒരു ലിഗമെന്റ് പ്രോബ്ലം വന്നിട്ടില്ല ഇതുവരെ. ഒരു പെർഫോമൻസിന് മുൻപ്, അത് ഒരു കല്യാണത്തിനൊക്കെ ഒരുപാട് മുൻപ്, ഒരു പെർഫോമൻസിന് മുൻപ് എനിക്ക് ഒന്ന് ഇതേപോലെ ഒരു ഹെയർ ലൈൻ വന്നതാണ്. ഇപ്പൊ ഹെയർ ലൈൻ അല്ല, ഇപ്പൊ ഒരു ലിഗമെന്റ് ഇഞ്ചറിയാണ്. അപ്പം അതിനുശേഷം ഇപ്പോഴാണ് വന്നത്. പക്ഷെ തട്ടലും മുട്ടലും ഇസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതിന്റെ ട്രെയിലർ നോക്കും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ക്യാരക്ടറെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇറ്റ്സ് ക്രിമിനൽ ലോയറിൽ തന്നെ ഒരു ഫീമെയിൽ ക്രിമിനൽ ലോയർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. രണ്ടാമത് ഇത് ക്യാരക്ടർ എന്താണെന്ന് അറിയുന്നതിന് മുൻപ് എനിക്ക് ആദ്യം വന്ന കോള് രഞ്ജിത്തിൻ്റെതാണ്. ഒരു മൂവി ചെയ്യുന്നുണ്ട്, അപ്പം വിൽ യു ബി എ പാർട്ട് ഓഫ് ഇറ്റ്? അതാണ്. സോ യെസ്, അപ്പം തന്നെ പറഞ്ഞു ഞാൻ അതിന് പാർട്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ നമ്മൾ സംസാരിച്ചതും ക്യാരക്ടറിനെ കുറിച്ച് സംസാരിച്ചതും. പക്ഷേ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് രഞ്ജിത്ത്. ഇതിപ്പോൾ പക്ക പ്ലാൻഡ് ആയിരുന്നോ? എനിക്കറിയില്ല. ഇനിയുള്ള അങ്ങനെയൊന്നുമില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി കുറച്ച് ബോൾഡ് ആയിട്ടുള്ള, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കരച്ചിൽ ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അല്ലാതെ ഫുൾ മുഴുനീള പഴയ പോലെ കുറച്ചൊരു സട്ടിലായിട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനോട്ടൊരു വലിയ താല്പര്യം ഇപ്പോൾ ഇല്ല. ആസ് ഓഫ് നൗ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ചെയ്യാം. സിനിമ ഇപ്പോഴും ഉള്ളിൽ ഉണ്ടായിരുന്നല്ലേ? സിനിമ ഇപ്പോഴും ഉള്ളിലുണ്ട്. സിനിമ മാത്രമേ ഉള്ളിലുള്ളൂ. വേറെ എന്തിലെങ്കിലേക്കൊക്കെ തിരിയണം എന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും. എന്താന്ന് ആലോചിക്കുമ്പോൾ ഫൈനലി നമ്മൾ എഴുതി വരുമ്പം ഇറ്റ് ഈസ് സിനിമ തന്നെയാണ്. ഇത് ട്രൈ വേണ്ട, ഇത് വേണ്ട അങ്ങനെ നമ്മൾ ഒരുപാട് ഇപ്പം നമുക്ക് ആ ഒരു ടൈമും സ്പേസും ആ ഒരു ഫ്രീഡമും ഉണ്ട്. അപ്പം ആലോചിച്ച് വന്ന് നോക്കിയപ്പം ഇറ്റ് ഈസ് സിനിമ. ഇങ്ങനെ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വലുതായിട്ടൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ ആദ്യമൊക്കെ നോക്കുമ്പോൾ ഫേസ്ബുക്കിലില്ല, ഞാൻ ഫേസ്ബുക്കും സോഷ്യൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിന് വളരെ കുറച്ചുള്ളൂ. ഞാനൊരു ഒരു ഇൻസ്റ്റഗ്രാം ഷൈ ആ ഒരു പേഴ്സണാണ് ഞാൻ. വളരെ ഒരു എൻ്റേതായിട്ടുള്ള ഒരു മെയിൻറ്റെയിനിങ് ലോ പ്രൊഫൈൽ അങ്ങനെയാണ് പോയിരുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്ന എന്നെക്കുറിച്ചുള്ള പിക്ചേഴ്സ് കിട്ടിയാൽ അതിനു വേണ്ടി ഞാൻ നടക്കാറില്ല. ഇപ്പോഴത്തെ ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അഗ്രസീവായിട്ട് ഇഷ്ടമുള്ളവർ, താല്പര്യമുള്ളവർ, പിന്നെ അവർക്ക് അത് വേണം എന്നുള്ളവർ ചെയ്യുന്നത്. ഞാൻ പൊതുവേ എൻ്റെ ഒരു ലൈഫ് പാറ്റേൺ, എൻ്റെ ഒരു സോഷ്യൽ മീഡിയ പാറ്റേൺ കണ്ടാൽ തന്നെ അറിയാം ഞാൻ വളരെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി കൂടുന്ന ഒരാളാണ്. ഒന്നാമത്. രണ്ട്, ഞാൻ വന്നിരുന്ന ആ ഒരു പീരിയഡിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഐ എം നോട്ട് യൂസ്ഡ് ടു ഇറ്റ്.
എനിക്ക് അങ്ങനത്തതൊന്നും അറിയില്ല. ഞങ്ങളുടെ സമയത്ത് ഇപ്പോഴും ഞാൻ പഴയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് മക്കളുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സമയത്ത് ചിത്രഭൂമി, നാന, രാഷ്ട്രദീപിക സിനിമ, അങ്ങനെ കുറച്ച് മാഗസീൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവർ വരും, ഫോട്ടോസ് എടുക്കും. ചിലത് കവർ പേജ് ആകും, ചിലത് സെൻറ്റർ പേജ് ആകും. അതാണ് മൂവീസ്. അല്ലാതെ മൂവി ഷൂട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു പ്രൊമോഷൻസോ അങ്ങനെയൊന്നുമില്ല. മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കാസ്റ്റ് ആൻഡ് ക്രൂ ഒരുമിച്ച് പോയി കാണുക, അങ്ങനെയൊന്നും എൻ്റെ നടന്നിട്ടില്ല. ഞങ്ങൾ അപ്പം പോയി ഫാമിലി ആയിട്ട് പോയിരുന്ന സിനിമ കാണും എന്നല്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇതേപോലെ ഇൻ്റർവ്യൂസ്, ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇൻ മൈ ലൈഫ്. യെസ്, കെയർഫുള്ളിൽ ഞാൻ ചെയ്തിരുന്നു, പക്ഷെ അന്നും ഇത്ര അഗ്രസീവ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് കുറച്ചും കൂടി, ഇന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇതുപോലെ ഇത്രയും ക്യാമറകൾ ഒരുമിച്ച് ഫേസ് ചെയ്യുന്നത്. ഈ പ്രൊമോഷൻസിനൊക്കെ ചേച്ചി എങ്ങനെയാണ് കാണുന്നത്? കാരണം ഹറിബറിയാണ്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പല സ്ഥലങ്ങളിലോട്ട് പോയിട്ട് പ്രൊമോഷൻ നടത്തുന്നത്. എനിക്ക് എൻജോയ് ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അന്ന് അത് എൻജോയ് ചെയ്തതുപോലെ അതേപോലെ തന്നെ അന്ന് ഞാനിത് ചെയ്തപ്പം അതിലേക്ക് ഞാൻ ന്യൂ ആയിരുന്നു, എനിക്ക് അറിയണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് ഓൾ നൈസ്. ഇന്ന് ഇത് എനിക്ക് അന്നത്തെ അതേ എക്സ്പീരിയൻസ്. ഐ എം ന്യൂ ടു എവറിത്തിങ്. ഇതെല്ലാം എനിക്കൊരു പുതുമയാണ്. അപ്പം ഐ എം എൻജോയിങ് ഇറ്റ്. എനിക്കൊരു വേറൊരു ഞാനൊരു ജഡ്ജ്മെൻറ്റിലോ ആയിട്ടുള്ള ഒരാളല്ല ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു നോഷൻ എനിക്കില്ല, ഇങ്ങനെ വേണമേ ഒന്നും അറിയില്ല. ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. ആദ്യത്തെ ഡയറക്ടറിൽ നിന്ന് പഠിച്ച ഒരു പാടാണ് ടൈം എന്ന് പറയുന്നത്. ഭയങ്കര വാല്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ലത്. അത് ചേച്ചിയുടെ ലൈഫിൽ എത്രത്തോളം ടൈമിന് ചേച്ചി? ടൈം എന്ന് പറയുന്നത് എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ നമുക്കൊരു നോൺ റിന്യൂവബിൾ റിസോഴ്സ്. അത് പോയാൽ നമുക്കത് വീണ്ടും കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് വീണ്ടും അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. 5 മിനിറ്റ് മുമ്പ് നമ്മൾ സംസാരിച്ചത് ഇനി എനിക്കത് തിരിച്ച് എടുക്കാൻ പറ്റില്ല, അല്ലേ? ഞാൻ ഈ വന്ന സമയം ഇതൊന്നും നമുക്കിനി ഒരിക്കലും ഇതെല്ലാം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യുന്നു, ആ വ്യക്തിയുടെ ടൈമിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഇപ്പം നമ്മൾ നമ്മൾ ഫ്രണ്ട്സാണ്, നമ്മൾ 10 മണിക്ക് കാണാമെന്ന് വെച്ചാൽ ഐ മേക്ക് ഷുവർ ദാറ്റ് ഞാൻ ആ 10 മണിക്ക് അവിടെ ഉണ്ടായിരിക്കും. 10 മണിക്ക് 10-ന് ഒരു 5 മിനിറ്റ് മുൻപ് ഞാൻ റെഡിയാവും, അവിടെ ഉണ്ടായിരിക്കും. അതാരാ, എൻ്റെ മക്കളുടെ അടുത്താണെങ്കിലും ശരി, ആരുടെ അടുത്താണെങ്കിലും ശരി, ടൈം നമ്മൾ ഒരാൾക്കൊരു ടൈം പറഞ്ഞ് അയാളെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഇല്ല എന്നാണ് കാണുന്ന ഒരാളാണ്. ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ടൈം എത്താൻ പറ്റിയില്ലെന്ന് വരാം. സോ ഐ മേക്ക് ഷുവർ ദാറ്റ് ഞാൻ വിളിച്ചു പറയും ഞാൻ എത്താൻ പറ്റില്ല, കുറച്ചൊരു ലേറ്റ് ഡിലേ ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ നേരത്തെ. അല്ലാതെ ഒരാളെയും ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. അതൊരു നല്ല കാര്യമല്ല, അത് വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നവരാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ടൈം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ടൈം ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്, അത് ആരെയും പേരെടുത്ത് പറഞ്ഞ് അങ്ങനെയല്ല ഞാൻ ആരെയും അത് വേദനിപ്പിക്കുന്നത്. പക്ഷെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് കൂടുതൽ വെയിറ്റ് ചെയ്യിക്കുന്നതാണ് അവരുടെ വാല്യൂ കൂട്ടുന്നത് എന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് കാണുന്നത്. അത് അവരുടെ അപ്ബ്രിങ്ങിങ്ങിനെയാണ് ഞാൻ ആലോചിക്കുക. ദൈവം എങ്ങനെയാണ് ഒരാളുടെ ടൈമിന് വാല്യൂ. അതുപോലെ ഇപ്പോൾ പലരും പറയും മെസ്സേജസ് അയക്കും, നമ്മൾ റിപ്ലൈ ചെയ്യും. എനിക്ക് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് അവൈലബിൾ ടൈമിന് റിപ്ലൈ അയക്കുന്ന ഒരാളാണ് ഞാൻ. എങ്ങനെയായിരുന്നു ഉണ്ണിയായിട്ടുള്ള ആ ഒരു? ഉണ്ണിയായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം അല്ലാതെ തിയേറ്ററിലായിക്കോട്ടെ, ഡെക്കാത്തലനിലായിക്കോട്ടെ, ഫുഡ് കഴിക്കാൻ പോകുന്ന ജോയിൻറ്റിലായിക്കോട്ടെ ഒക്കെ ആക്സിഡൻ്റലി കണ്ടിട്ടുള്ള ഒരാളാണ് ഉണ്ണി. സോ ഉണ്ണി വാസ് ലൈക്ക്, ഉണ്ണിയെ നേരത്തെ അറിയാമായിരുന്നു മൂവിയുടെ. അപ്പം ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് വി ഫോളോ ഈച്ച് അതർ ഓൺ ഇൻസ്റ്റഗ്രാം. അതും ഇതിന് മുൻപായിരുന്നു. പിന്നെ എന്തെങ്കിലും ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എക്സസൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ പല സമയത്തും ഉണ്ണിയുമായിട്ട് ഐ യൂസ് ടു ഡു വെനെവർ ഹി കംസ് അപ്പ് വിത്ത് അനദർ വീഡിയോ. അങ്ങനെയെല്ലാം ചോദിക്കുമ്പോൾ എൻ്റേതായിട്ടുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഹൗ ഡിഡ് യു മാനേജ് ടു ഡു ദിസ്, അല്ലെങ്കിൽ ഇതെന്ത് ഡയറ്റാണ് ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഉണ്ണി വാസ് ഓൾവേസ് വെരി ഹെൽപ്ഫുൾ വിത്ത് ദാറ്റ്. അത് കഴിഞ്ഞിട്ടാണ് മൂവി ഹാപ്പൻ. സോ ആ ഒരു നേരത്തെ ഉള്ള ഒരു പരിചയം ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേച്ചി? ട്രോള് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് വല്ല ട്രോള് കിട്ടുമെന്നൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ എന്നെക്കുറിച്ച് അങ്ങനെ വലിയ ട്രോളുകളൊന്നും കണ്ടിട്ടില്ല. ഞാനൊരു ട്രോള് നമ്മൾ നെയ്മറിനെ കുറിച്ചൊരു, നെയ്മറാണോ ആ ഒരു സമയത്ത് എന്തോ കരയുന്നതാണോ, കരഞ്ഞതാണോ വീണതാണോ എന്തോ ഒരു ഫുട്ബോളിന്റെ എന്തോ സംഭവിച്ചു എൻ്റെ പേര് വെച്ചിട്ട്, വർഷയെ വെച്ചിട്ട് കണക്ട് ചെയ്തൊരു ട്രോൾ. അങ്ങനെ ട്രോൾ ഇപ്പം നമ്മൾ സ്കൂളിലും കോളേജിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ട്രോളുന്നത് ഈ വർഷ എന്നുള്ള ക്യാരക്ടർ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്
പഞ്ചാബി ഹൗസിലെ കരയുന്ന scene. ആ ഒരു ക്യാരക്ടർ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ട്രോളിനൊക്കെ. ചേച്ചി സ്വന്തം ട്രോൾ അല്ലെങ്കിലും മറ്റുള്ളവരുടെ ട്രോളുകളൊക്കെ ആസ്വദിക്കാറുണ്ടോ? അതോ ഇവരിങ്ങനെ ചേച്ചിനെ വെച്ചിട്ടല്ലാത്ത ട്രോളുകളും പല ട്രോളുകളും വിഷമിപ്പിക്കുന്ന ട്രോളുകൾ, പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന ട്രോളുകളോട് എനിക്ക് വലിയ താല്പര്യം എനിക്ക് വലിയ താല്പര്യമില്ല. ആരുടെയും ഒരു നമുക്കറിയാലോ ചില വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എൻജോയ് ചെയ്യും. എൻ്റെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു മൂഡൊന്ന് ഓഫായിട്ടിരിക്കുമ്പം നമുക്ക് കണ്ടിച്ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അത് ഞാൻ എൻജോയ് ചെയ്യാറ്. പക്ഷെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്നതായിട്ട് ആരെയാണെങ്കിലും, നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആളുകൾ നമ്മളോട് എപ്പോഴും അടുത്ത് നിൽക്കുന്നവരാണ്. നേരിട്ട് പരിചയമുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ നമ്മുടെ ഒരു കുടുംബമായിട്ട് കാണുന്നത്. സോ എനിക്കത് ഇതുവരെ വന്നിട്ടില്ല. അതിൽ എനിക്കൊരു ഭാഗ്യം. രഞ്ജിത് ശങ്കറിന്റെ ബാക്കി മൂവീസ് എടുക്കുമ്പോൾ അതിനൊരു സോഷ്യലി ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു എലമെന്റ് അതിൽ ഒളിപ്പിച്ചു വെക്കാറുണ്ട് അദ്ദേഹം. അപ്പൊ അതുപോലത്തെ ഒരു സിനിമ തന്നെയാണോ ജയഗണേഷ്? അതോ നമുക്ക് ഫാമിലി ആയിട്ട് ഫാമിലി മൂവി വിത്ത് എ സോഷ്യൽ മെസ്സേജ്. ഓക്കെ, അതെനിക്ക് തോന്നുന്നില്ല രഞ്ജിത്ത് സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യണം എന്നുദ്ദേശിച്ച് എടുത്തൊരു മൂവിയല്ല. പക്ഷെ രഞ്ജിത്തിനെ ഇൻസ്പയർ ചെയ്ത പല പല ത്രെഡ്സും പല രഞ്ജിത്തിൻ്റെ മുൻപിൽ കണ്ടിട്ടുള്ള പല ആളുകൾ അതിൽ നിന്ന് ക്യാരക്ടേഴ്സ് ഡെവലപ്പായി വരുന്ന പലരെയും വെച്ചിട്ട് ഒരു മൂവി എടുത്തതാണ്. അപ്പം അല്ലാതെ ഇന്നതായിട്ട് എനിക്ക് ഈ മൂവിയിലും ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് കൊണ്ടുവരണം, എല്ലാവർക്കും ഞാൻ അത് കൊടുക്കുക, അങ്ങനെ ഒരു മോട്ടീവ് വെച്ചിട്ട് ചെയ്ത ഒരു സ്റ്റോറിയല്ല. പക്ഷേ ഇറ്റ് ഈസ് എ പക്ക ഫാമിലി മൂവിയാണ്. ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈൻ. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ കാണുന്ന സമയത്ത് എൻ്റയർലി ഡിഫറെൻറ്റ് ഒരു സസ്പെൻസ് ആണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രില്ലർ മൂവി ആയിട്ടാണ് എനിക്ക് ഇതിനെ ടീസർ കാണുമ്പോൾ വിചാരിക്കും ഇങ്ങനെയായിരിക്കും, പക്ഷെ ട്രെയിലർ കാണുമ്പോൾ അത് ഓപ്പോസിറ്റ് ആണ്. ഞാൻ വേറൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടുപിടിച്ചു. ചേച്ചി ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉണ്ണിയാർച്ച ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ്, ഒരു ഫോട്ടോ ആണ്. ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ആ ഫോട്ടോയിൽ ചേച്ചി ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ കോൺസെൻട്രേഷൻ മൊത്തം നമ്മൾ അത്രയും വലിയൊരു ഡയറക്ടർ, ആ ഒരു സെറ്റ് അല്ല ചേച്ചിയുടെ കോൺസെൻട്രേഷൻ എന്തൊക്കെയാണ് ഇവിടെ കഴിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു അതായത് അപ്പൊ നമ്മുടെ ഈ ചെറുപ്പത്തില് നമുക്ക് ഇത്രയും വലിയ ഒരു സെറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ ഹരിഹരൻ സാർ പറയുമായിരുന്നു ഭയങ്കര നോട്ടിയായിരുന്നു, ഭയങ്കരമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുമായിരുന്നു. കാരണം അന്ന് എൻ്റെ കാത് കുത്തിയിട്ട് എന്തോ അടഞ്ഞു പോയിരുന്ന സമയം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കമ്മലിടാൻ പറ്റില്ല, എനിക്ക് സ്റ്റിക്ക് ചെയ്യുന്ന സാധനമുള്ള കമ്മൽ വേണം, അങ്ങനെ നിർബന്ധം വേണം. അതൊക്കെ അവരൊരു കൗതുകത്തോടു കൂടിയിട്ടായിരുന്നു കണ്ടിരുന്നത്. പിന്നെ കോസ്റ്റ്യൂമർ നടരാജണ്ണനായിരുന്നു. നടരാജണ്ണൻ്റെ അവിടെ പോകും. അവിടെ അന്നാണ് ആദ്യമായിട്ട് നമ്മൾ ലൈഫിൽ കാണുന്നത് ഇങ്ങനെ ഒരുപാട് മുണ്ടും നേരിയതിൻ്റെ ഇങ്ങനെ ആ ഒരു റൂം മുഴുവൻ അങ്ങനത്തെ കോസ്റ്റ്യൂമുകൾ മുഴുവൻ തൂക്കിയിട്ടിരിക്കുക, ഒരുപാട് ജ്വല്ലറീസ്, ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ഇത് കഴിഞ്ഞ നേരെ ആ റൂമിലാണ് പോയിരിക്കുക. അപ്പം എല്ലാവരും എനിക്കന്ന് 5 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ ഏറ്റവും കുഞ്ഞാണല്ലോ. അപ്പം അവർക്കും അതൊരു കൗതുകമാണ്. ഞാനെല്ലാം എടുത്ത് കളിക്കും, സാറിൻ്റെ മടി വന്നിരുന്ന് വർത്താനം പറയും, ബാക്കി എല്ലാവരോടും ഭയങ്കര ഇടിച്ചു കയറി വിനീതമായിട്ട് എന്ന് അടി ഉണ്ടാക്കും. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു അതിനകത്ത്. അതുകൊണ്ട് പിന്നീട് ഇപ്പോഴാലോചിക്കുമ്പോഴേ ഹരിഹരൻ സാർ, MT സാർ, മമ്മൂക്ക, ആ ഒരു അന്ന് അങ്ങനത്തെ ഒട്ടും ടോട്ടലി ഒരു കെയർലെസ് ആയിട്ടൊരു ആളായിരുന്നു, കെയർ ഫ്രീ ആയിട്ടുള്ളൊരു ആളായിരുന്നു ഞാൻ. ഇപ്പോഴെങ്ങനെയാണ്? കെയർ ഫ്രീ ആണോ അതോ? ഇപ്പൊ വളരെ കോൺഷ്യസ് ആണ് സംസാരിക്കും. ഇപ്പൊ അങ്ങനെയല്ല. അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്തത് കൊണ്ട് നമ്മള് കൂളായിട്ടായിരുന്നു. പല സിനിമകളും കണ്ടിട്ടുണ്ടായിരിക്കും, പല മലയാള മൂവീസ് കാണുന്ന സമയത്ത് അയ്യോ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്താൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഇനി ഒരു എൻട്രി മലയാള സിനിമയിലോട്ട് വരണം, അത് ആഗ്രഹമുണ്ട്. മലയാള സിനിമയിലോട്ട് ഇനി വരുമ്പോൾ ഇതേപോലെയുള്ള സ്ട്രോങ് ആയിട്ട് ഞാൻ ചെയ്ത ഒരു മൂവിയിൽ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിന് ആ ഒരു സ്റ്റോറിയിൽ, ആ ഒരു മൂവിയിൽ റെലവൻ്റ് ആയിരിക്കണം ആ ഒരു ക്യാരക്ടർ. നന്നായിട്ട് ചെയ്തു, കുറച്ച് ബോൾഡ് ആയിട്ടുള്ള, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും ജയഗണേഷ് എന്നുള്ളൊരു മൂവിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് തിയേറ്ററിൽ വരുമ്പം എനിക്ക് ഉറപ്പുണ്ട് ഈ കാണുന്ന എല്ലാവരും അത് തിയേറ്ററിൽ തന്നെ പോയി, അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ആ മൂവി. അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ ഫാമിലിയായിട്ട് പോയി കാണുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും പോയി കാണുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ചേച്ചിക്കും ചേച്ചിയുടെ ജയഗണേഷ് ടീമിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. സിനിമ വളരെ വലിയൊരു ഹിറ്റ് ആവട്ടെ. നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ ഹിറ്റ്, ആ ലിസ്റ്റിലോട്ട് തന്നെ ജയഗണേഷ് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.